എന്തത് മറക്കണല്ലോ വണ്ടി നിർത്തിയടാ വണ്ടി. ഒന്നുമില്ലടാ. അല്ല സാധനം കിട്ടിയില്ല. അതിനെ പറ്റി പോയിരിക്കണ്ട. അത് സുലുമോനേറ്റ അത് ഏറ്റ പോലെ ഇനി കാര്യം പറ. ഒന്നുമില്ലടോ, ഞാൻ കള്ളുടി നിർത്താൻ തീരുമാനിച്ചു. കുടി നിർത്താനാണെങ്കിൽ പിന്നെ പട്ടച്ചരായ എന്തിനാ? ഏടോ വലിയ വലിയ കുടിയന്മാര് കള്ളു കുടിച്ചിട്ടാണ് കള്ളുടി നിർത്തുക. അതറിയില്ല. സെറ്റപ്പ് ഒക്കെ അവിടെ റെഡിയാണ്. നിങ്ങൾ വാങ്ങട്ടെ. കഞ്ഞി സെറ്റപ്പ് ആയിരിക്കും. കഞ്ഞിയൊക്കെ ഈ സെറ്റപ്പ് ഒക്കെ ധാരാളം. ഇങ്ങോട്ട് വരികട, കയറിയിരിക്കാണ്ട്. ഇതേ സൂപ്പർ സാധന. അടിച്ചാൽ അപ്പൊ വീഴാണ്. അല്ല നേരത്തെ ടച്ചിങ്സ് ഒന്നും ഇല്ലേ? ടച്ചിങ്സ് ഉണ്ട്. അങ്ങോട്ട് എടുത്തോ. മിച്ചറോ കായർത്തോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിക്കൻ തന്നെ പൊരിച്ചു വെച്ചിട്ട് ഗോപാല ഒന്നൊന്നര സാധനം തന്നെ അടുത്തത്. ചിക്കനെ പറ്റി ആണോ പറയുന്നത്? നിങ്ങൾ മൈൻഡ് നിങ്ങൾ അടിക്കി. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് ആളെ പറഞ്ഞു പറ്റിക്കാലോ. ഇത് ഒരുമാതിരി തമാശക്ക് അതിലുണ്ടോ? എടാ തമാശയല്ല, സീരിയസ് ആണ്. ഈ വീട്ടിലൊരു ചിക്കന്റെ കഷ്ണം കറിയിക്കാൻ പറ്റില്ലെന്ന്. അതെന്താ? എല്ല് വരെ ബാക്കി വെക്കണ്ടേ? ആര്? ഇവിടെ ഒരു പണിക്കാരുണ്ട്. ഓൻ മൊത്തം വന്നിട്ട് തിന്നിട്ട് പോവാ. ഓൻ എവിടുന്നാ വരുന്ന എങ്ങോട്ടാ പോണു ഒരു പിടുത്തമില്ല. ചിക്കൻ തിന്നാൻ വേണ്ടി ഒരു വേലക്കാരനെ വെച്ചിട്ട് ഭ്രാന്തോ നാരച്ച? ഒന്നും നിർത്തടോ മണ്ട. നാരച്ചനോട് പണിക്കാരുള്ള വെച്ചിട്ടുണ്ടോ? അത് തന്നെയല്ലടാ ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചത്. അതിനുള്ള ജോലി വേണ്ട, ഭക്ഷണം മാത്രം മതി പറഞ്ഞപ്പോ ഇത് ഇത്ര തലവേനയാവുന്നു ഞാൻ വിചാരിച്ചു. ഭയങ്കര ശല്യാണ് ഓനെ കൊണ്ട്. എത്ര സല്ലിക്കാരനായ പണി കാണുന്നു. ആൾ ബംഗാളിയാ? മലയാളിയാണ്, പക്ഷെ ഒരു ബംഗാളി ലുക്ക് ഉണ്ട്. ഇത് മാത്രല്ല, ഇപ്പം ഇവിടെ ചെയ്യണ പണി എന്തൊക്കെയാന്ന് കേക്കണം നിങ്ങക്ക്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നായ ഉണ്ടല്ലോ, അതിന്റെ കഴുത്തില് പാട്ട വെച്ച് കെട്ടുക. എന്നോട് കൂടിയാ പറയണത്. എന്നിട്ട് നായി നാട് മുഴുവൻ പരക്കം പായ. ഈന്റെ ഒച്ച കെട്ടിന് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റണ്ടേ? ഒക്കെ പോട്ടെ, രാത്രി ആവുമ്പോ പുറപ്പുറത്ത് കയറിയിട്ട് അടുത്ത വീടിന്റെ ഓടിന്റെ മുകളിൽ കല്ലെടുത്ത് തരിക. അത് നല്ല കാര്യമല്ലയോ? അത് അത്ര നല്ല കാര്യമല്ല. ഇടയ്ക്ക് അവിടുന്ന് ഇങ്ങോട്ട് എറിയുണ്ട്. അങ്ങനെ ഒരു പണിക്കാരുണ്ട് ഇവിടെ. ആണ്. എന്നാൽ ഇന്നത്തോടുകൂടി ഓന്റെ കഥ നമ്മൾ കഴിക്കും. എവിടെ അവൻ? ഓൻ അപ്പുറത്ത് ഇറക്കുന്നു. ചിക്കൻ അടിച്ചു വീടാൻ എടുക്കാല്ലോ കുറുക്ക. അയ്യോ, നിങ്ങളൊന്ന് പേടിക്കാണ്ടിരിക്കുന്നു. അതല്ലാന്ന്, ഇത് ചാത്തനാണെന്ന് മനസ്സിലാവണ്ട. അയാളെ തന്തയ്ക്ക് നള്ളക്കൊക്കെ ഞാൻ വിളിച്ചിക്കണെന്ന്. അതിനെന്താ കുഴപ്പം? ചാത്തര് തള്ളി തന്തിയാലും നമുക്ക് അറിയില്ലല്ലോ. അതില്ല, പിന്നെ ചാത്തനറിയാലോ. അല്ല സുനുമോനെ, ഒരു സംശയം. ഈ ചാത്തൻ ഞങ്ങളെയൊക്കെ പോലെ ജട്ടിയിടുവോ അതോ സുനുമോനെ ടൈപ്പ് ആയിണ്? ഒരു കഷ്ണം താടുന്ന അരച്ച. നിങ്ങൾ ബംഗാളികൾക്ക് ഈ ചാത്തനും മറുതെന്ന് വിശ്വാസമില്ലല്ലോ. അപ്പൊ ഈ ചിക്കൻ തിന്നണ്ട. ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ഇപ്പൊ ചിക്കൻ തിന്നാൻ വേണ്ടി വിശ്വസിക്കണ്ട കേട്ടാ. ഞാൻ ആലോചിക്കുക, ഞങ്ങളന്ന് ഗ്രന്ഥം അടിച്ചു മാറ്റി, ഹോമം നടത്തി, എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ച്. ഞങ്ങൾക്കറിയണ്ട ഈ ഓലക്കെട്ട് കത്തിയാൽ നിങ്ങൾ പുറത്തു വരുള്ളൂന്ന്. ഇത് അറിഞ്ഞിന് ആദ്യം ഞങ്ങൾ ഗ്രന്ഥമല്ല കത്തിക്കുക. നിങ്ങൾ ഗ്രന്ഥം കത്തിച്ചോട്ട് വന്നല്ല, പിന്നെ ഞാൻ വഴിയേറ്റ് വന്നതാ. വഴിയേറ്റിട്ടോ? ഞാൻ കുറച്ചു കാലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സ്ഥിതിക്ക് പഴയ പരിചയക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. എന്നിട്ട് കണ്ടോ? ഏയ്, അവരൊക്കെ മരിച്ചുപോയി. 10-75 കൊല്ലായാലും വന്നിട്ട്. 75 കൊല്ലോ? എന്ത് വിടലാണ് ചാത്ത. സത്യം. ഞാനന്ന് വരുമ്പോ നായരച്ചന്റെ അച്ഛനമ്മണി കല്യാണം നടന്നു.
അന്ന് രാത്രി നായരച്ചന്റെ അമ്മ മണിയറയ്ക്ക് കുളിച്ചൊരുങ്ങിട്ട് വരവ് വന്നിട്ടുണ്ട്. എന്നിട്ട് നെട്ടാ ഒന്ന് പോടാ അവിടുന്ന്. എന്താ വണ്ടിക്ക് ഒരു ഇൻട്രസ്റ്റ്. ചാത്തന്റെ വിശ്വരൂപ കാണിക്കൂ. ആ അത് ശരിയാണല്ലോ, ഒന്ന് കാണിക്കാത്ത. പണ്ടടന്ന് നോക്കാറുന്നു, ഇപ്പൊ കല്യാണം പറഞ്ഞിട്ട് വവലെറിഞ്ഞ പോലെ ഇത് ചാത്തനായിട്ട് എന്താ കറണ്ടിനെ പേടിയ. നിങ്ങൾ എന്നാല് ചാത്തനേറൊന്ന് കാണിച്ചു തരുമോ? സാധനം മേടിച്ചരച്ചിങ്ങ ഒന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഒരു കളി നടക്കില്ല. സംഭവം വാങ്ങിക്കളാ, വേണ ബീവറയിലേക്ക് വിടാം. ബീവറേജിലേക്ക് താമ പോയാൽ മതി. കിലുക്കാതെ കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിനക്കിങ്ങിണി അരമണി എവിടെ ചിരിക്കാതെ ചിരിക്കുന്ന ചിരിക്കൊടുക്കേ നിൻ ചിത്തിര ചിലമ്പുകൾ എവിടെ. ശ്യാമളച്ചന്റെ കരച്ചിലേ കേട്ടു. ശരിയാളാ, അത് കുളത്തിന്ന് നീ വന്നേ. വാടാ വാടാ, എന്തേലൊക്കെ കാണാൻ പറ്റിയ ചാത്തൻ. എടാ ചാത്ത, നിങ്ങളാണ് ശ്യാമളച്ച കുളത്തിലെ കുളിർത്തു, പിന്നെ എവിടെ കുളിക്കുക? അടിച്ചോ? ഇല്ലേ. എന്താടാ കള്ള ബംഗാളി? കള്ളക്കളിയാ? കൽക്കട്ടയിലെ ഇത് കളിയില്ല. കൽക്കട്ടയിലത് കൽക്കളിയല്ല. പിന്നെ ചിരിക്കണെന്തിനാ? ഇത് വട്ടായോ? ഞാനേ കല്യാണക്കാരെ ആലോചിച്ച് ആരുടെ? ഇവന്റെ. പേടിക്കണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല. കല്യാണക്കാരിയോ? ഇവരതിന് പെണ്ണെട്ട പ്രായമായോ? ഇത്രയും പ്രായമായിട്ട് ഞാൻ കെട്ടിയിട്ടില്ല. അതിന് തനിക്ക് പെൺകെട്ടണ്ടല്ലേ? ഞാൻ ബംഗാളിൽ വരാം, നീ അവിടുന്ന് അടിച്ചെന്നാള് ഓടുന്ന. സതീശന്റെ ഇടി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. സതീശന്റെ ഇടിവന്റെ കല്യാണമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. താനൊന്നും മിണ്ടാതിരിക്കും. നീ ഒന്നും മിണ്ടായിരിക്കടാ. എന്നാലും ഇവരൊക്കെ അറിയേണ്ട കാര്യമില്ലയോ? ആ മുഖത്തൊട്ടം നോക്കിയേ, രാജകാലം ഇല്ലയോ? നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ കല്യാണം നടത്തി തരേണ്ട ആളാ. അതെ, നിങ്ങൾ രണ്ടാളും അറിയാൻ വേണ്ടിട്ട് പറയുക. ഇവനും ആ ചെകുത്താമൂലയിലെ സതീശന്റെ പെങ്ങളുമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഒടുക്കത്തെ പ്രേമമാണ്. എടാ ദുഷ്ട, നീ ഞങ്ങളെ കൊലക്കോർത്തായിരുന്നോളില്ലേ? നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ പ്രേമിക്കാൻ? ഒന്ന് അടങ്ങണ്ട സുനിമോനെ, അതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കാന്നേ. കല്ലുള്ളുന്ന വഴിയല്ലേ? കൊണ്ടതല്ലേ എന്നെ ഇവിടെ ബോണസായിട്ട് കിടക്കുക. അതിനൊക്കെ ഉള്ളൊരു മറുമാർഗമല്ലേ ഇവന്റെ ഈ പ്രേമവും കല്യാണവും ഒക്കെ. നിങ്ങളൊന്ന് സമ്മതിച്ചു തന്നാ മാത്രം. പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഇവൻ ആ സതീശന്റെ ഗേറ്റ് ചവിട്ടി തുറന്നിട്ട് നേരെ പോയി അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാം. എന്നിട്ട് അവന്റെ പെങ്ങളെ കൈയും പിടിച്ച് ഇറക്കി വരണം. സമ്മതിച്ചോ? സമ്മതിച്ചു. സമ്മതിക്കാൻ എന്റെ കല്യാണ ഉപ്പന്റെ കല്യാണ. സമ്മതിക്കടേ. സമ്മതിച്ചു. സമ്മതിച്ചു. ഇനി കളിച്ചോ, ഇനി കളിച്ചോ. കളിച്ചിട്ട് എന്റെ കളിയല്ല, നിന്റെ അല്ല. പർദ്ദക്കാരി ഇതാരാ നോക്ക്. പർദ്ദ? അയ്യോ, നല്ല പരിചയമുള്ളൊരു നടപ്പാണല്ലോ. ഹലോ, ശ്യാമളേച്ചായിരുന്നു. സുനിമോനെ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശ്യാമളേച്ചി ശ്യാമളേച്ചി എന്ന് വിളിക്കരുതെന്ന്. താൻ എന്റെ അമ്മയുടെ കൂടെ പഠിച്ചല്ലേടോ? ഒരു ബഹുമാനത്തിന്റെ പേരിൽ. അയ്യോ, എനിക്ക് അങ്ങനെയുള്ള ബഹുമാനം ഒന്നും വേണ്ട. അതെ, മറ്റേ വേഷത്തിലാവുമ്പോഴേ ആരെങ്കിലും കൊളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ വേഷത്തിലാവുമ്പോ അതൊന്നും പേടിക്കണ്ടല്ലോ. അതെ, ആ കണിയാന്റെ അടുത്ത് പോയിട്ട് ഒരു കറുത്ത ചെറിയ ജപിച്ച് കെട്ടാനാ. അതാവുമ്പോ പിന്നെ പേടിക്കണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു. ആ വെളിച്ചപ്പാടിന്റെ കെട്ടിൽ പൂച്ച വീണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതൊന്നും പോയി എടുത്തു കൊടുക്കട്ടെ. സുനിമോന്റെ പൂച്ചയെ നമുക്കറിയാവേ. നീയും പൂച്ച പിടിക്കാൻ പോവാണോടാ? പതുക്കെയൊക്കെ പോണേ, തലേന്തല്ലേ താഴെ മോനെ ഒന്ന് പോടാ. നന്നായി. അവനൊരു ശുഷ്കാതെ. ഈ നാട്ടിലെത്തിയ പിന്നെ വെള്ളം കണ്ടിട്ടില്ല. ഒന്നുമില്ല, കള്ളു കുടിക്കാം. കുട്ടിച്ചാത്തനെ വിളിച്ചാലോ? ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത, ഓം ക്രീം കുട്ടിച്ചാത്ത. സ്കൂട്ടറില് ഇടാ ചാത്തൻ. അപ്പൊ ശ്യാമളേച്ചി